നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോർച്ചുഗീസ് ടീമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പകരക്കാരനായിട്ട് മാറുമോ? CR7 സ്ഥാനത്തേക്ക് താങ്കൾ വരുമോ? ചോദ്യം പോർച്ചുഗലിന്റെ അണ്ടർ-21 സൂപ്പർ താരമായിട്ടുള്ള ഫാബിയോ സിൽവയോടാണ്. ഇപ്പൊ നമുക്കറിയാം, 39 വയസ്സായിട്ടുണ്ട് ക്രിസ്ത്യാനോ, 40-നോട് അടുക്കുന്നു. ഇപ്പോഴും പോർച്ചുഗീസ് ടീമിന്റെ പ്രധാനപ്പെട്ട ഗോൾ വേട്ടക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഇന്നും എക്കാലത്തും CR7 മാത്രം ആശ്രയിച്ച് പോർച്ചുഗലിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. യുവതാരങ്ങളെ വളർത്തിയെടുത്തേ പറ്റൂ. അത്തരമൊരു ഘട്ടത്തിലാണ് ഫാബിയോ സിൽവയോട് മാധ്യമങ്ങൾ ഇക്കാര്യം ചോദിക്കുന്നത്. CR7 പകരക്കാരനായിട്ട് വളരുമോ നിങ്ങൾ പോർച്ചുഗീസ് ദേശീയ ടീമിൽ? ഇപ്പൊ നോക്കുക, അണ്ടർ-21 യൂറോസിൽ അതിന്റെ ക്വാളിഫയർ റൗണ്ടിൽ മിന്നും പ്രകടനമാണ് ഫാബിയോ സിൽവ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 6 ഗോളുകളാണ് അദ്ദേഹം അവിടെ നേടിയിട്ടുള്ളത്. ലാസ് പാൽമാസിലേക്ക് ഈ സമ്മറിൽ മൂവ് ചെയ്തതിനു ശേഷം അവിടെയും അദ്ദേഹം ഗോൾ അടിക്കുന്നു. സ്വാഭാവികമായിട്ടും പോർച്ചുഗൽ പ്രതീക്ഷിക്കുന്ന ഒരു താരമാണ് ഫാബിയോ സിൽവ എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ടും CR7 പകരമാവുമോ എന്ന ചോദ്യം വരും. അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹം പറയുന്നു, ക്രിസ്ത്യാനോയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യെസ്, ഒബ്വിയസ്ലി ഈ ഒരു പ്രായത്തിലും അദ്ദേഹം എന്നെ പോലെയുള്ളവരുടെ റെഫറൻസ് ആയിട്ട് തുടരുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പകരക്കാരനാവുമോ എന്നുള്ളതല്ല നോക്കുന്നത്, മറിച്ച് അദ്ദേഹം ഇപ്പോഴും പോർച്ചുഗലിന് വേണ്ടി കളിക്കുന്നു. ഇനിയും ഒരുപാട് കളികൾ കളിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹം കളി നിർത്തുന്നതിന് മുമ്പ് ദേശീയ ടീമിൽ കളിക്കാൻ എനിക്കൊരവസരം ലഭിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കാനാവുമല്ലോ, അത് എൻ്റെ ഒരു സ്വപ്നമാണ് എന്നാണ് ഫാബിയോ സിൽവയുടെ മറുപടി. CR7 പകരക്കാരനാവുക എന്നതല്ല, CR7 ഒരു കളിയിലെങ്കിലും ദേശീയ ടീമിൽ കളിക്കാനായാൽ അത് സ്വപ്ന സാക്ഷാത്കാരം ഏതാണ് ആ ചെറുപ്പക്കാരൻ കരുതുന്നത്. ഏതായാലും ലാസ് പാൽമാസിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുമ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഞാനിപ്പോൾ കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്തു പോവാനാണ് ശ്രമിക്കുന്നത്. ലാസ് പാൽമാസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരാനുള്ള നല്ലൊരു സ്ഥലമാണ്. അവിടെ എനിക്ക് കൂടുതൽ കളിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നു. എന്തായാലും ഗോളും അസിസ്റ്റും ഒക്കെ താനവരും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ നേച്ചുറലി അതൊക്കെ സംഭവിക്കുമെന്നാണ് കരുതുന്നത് എന്നുകൂടി യുവതാരം പറയുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.